ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം എന്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളത് എന്തുകൊണ്ടാണ് ഞാൻ അറിയാഞ്ഞ്. കൂടരഞ്ഞിന്ന് കുളിരാമുട്ടി എത്തിയിട്ട് പെരുമ്പുള റോഡിലാണ് നമ്മളെ മൂത്താപ്പന്റെ വീടുള്ളത്. ഒരു ദിവസം ഞാനും എന്റെ അനിയനും കൂടി മൂത്താപ്പന്റെ വീട്ടിലേക്ക് ഒന്ന് പോയതേനി. മൂത്താപ്പ അവിടെ ഇനി മൂത്തമ്മ മാത്രമേ ഉള്ളേനി. അവിടെ എത്തിയൊരു ചായ കുടിച്ചപ്പോഴാണ് മൂത്തമ്മ പറഞ്ഞത് ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് എന്ന് പോയി വാങ്ങും. എനിക്ക് ഒരു വയസ്സുള്ളപ്പം മുതൽ ഇടക്കിടക്ക് വന്നു പോണ സ്ഥലമാണിത്. ഇവിടെ അങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഉള്ളത് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോൾ മൂത്തമ്മ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ചായം കുടിച്ച് മൂത്തമ്മക്ക് ഒരു ടാറ്റയും പറഞ്ഞ് ബൈക്ക് എടുത്ത് ഞങ്ങൾ വിട്ട് മഞ്ഞക്കടവ് വെള്ളച്ചാട്ടത്തിലേക്ക്. കൂടഞ്ഞെത്തി കഴിഞ്ഞാൽ കുളിരാമുട്ടിക്ക് മാപ്പ് ഇട്ടാൽ മതി. അവിടുന്ന് അങ്ങോട്ട് റേഞ്ചിന്റെ കാര്യം സംശയമാണ്. കുളിരാമുട്ടി അങ്ങാടിയിൽ നിന്ന് റൈറ്റിലേക്ക് പോയാൽ ഒരു പാലം കഴിഞ്ഞ് പമ്പോസം കഴിഞ്ഞിട്ടുള്ള അങ്ങാടിയിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോയാലാണ് പെരുമ്പോള. പെരുമ്പോള അങ്ങാടി എത്തുമ്പോൾ തന്നെ നായടമ്പൊയിലേക്കും മഞ്ഞക്കടവിലേക്കും വലത്തോട്ട് തിരിയാന്നുള്ള ഒരു ബോർഡ് കാണാം. അങ്ങാടി കഴിഞ്ഞ ഉടനെ തന്നെ വലത്തോട്ട് കയറി പോകണം. അങ്ങനെ അവിടുന്ന് കയറ്റം കയറി വളവും തിരുവൊക്കെ കഴിഞ്ഞിങ്ങനെ പോകുമ്പോൾ മഞ്ഞക്കടവ് എൽ പി സ്കൂളിൽ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതും കഴിഞ്ഞ് പോകുമ്പോൾ രണ്ട് റോഡ് കാണാൻ പറ്റും. വലത്തോട്ട് കോൺക്രീറ്റ് ഇട്ട റോഡും ഇടത്തോട്ട് ടാറിട്ട റോഡും. വലത്തോട്ട് പോയ കക്കാടംപോയിലും നായടംപോയിലും ഇടത്തോട്ട് പോയാലും മഞ്ഞക്കടവ് പാലും. ഞങ്ങൾ നേരെ ഇടത്തോട്ട് വണ്ടി എടുത്ത് അങ്ങനെ ഇടത്തോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു പട്ടി പാലത്തമ്മ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കണേ. മുകളിലോട്ട് നോക്കിയാൽ മലന്റെ മുകളിൽ നിന്ന് ഒരു നൂല് പോലെ ഒരു പുഴ ഇങ്ങനെ താഴേക്ക് ഒഴുകി വരുന്നത് കാണാൻ പറ്റും. വേറെ എവിടെയല്ല, അത് തന്നെയാണ് നമ്മളെ ലൊക്കേഷൻ. യാതൊരു തിരക്കില്ലാത്ത നല്ല ആംബിയൻസിൽ നല്ല വൃത്തിയുള്ള ഒരു സ്ഥലം തന്നെയാണ് വെള്ളച്ചാട്ടം ഉള്ളത്. പാലത്തിലെത്തിയിട്ട് വെള്ളച്ചാട്ടം ആസ്വദിക്കാനും വേണ്ടി നമുക്ക് മുകളിലേക്ക് കയറാൻ പറ്റുട്ടോ. കയറുമ്പോൾ സൂക്ഷിക്കണം, നല്ല തന്നെയുള്ള പാറകളാണ് അവിടെ ഉള്ളത്. വെള്ളം കാണുമ്പോൾ കുളിക്കാനൊക്കെ തോന്നുമെങ്കിൽ ആരും കുളിക്കാനൊന്നും നിൽക്കരുത് കേട്ടോ. കാണാൻ വന്നാൽ കണ്ടിട്ട് പോകണം, കാരണം നല്ല മലവെള്ളം വരുന്ന സ്ഥലമാണ് ഇത്. കണ്ടവരും കാണാൻ ആഗ്രഹമുള്ളവരും ഒന്ന് കമന്റ് ചെയ്തോളിട്ടോ.